الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരുപോലെ വസിയ്യത്ത് ചെയ്യുകയാണ്. കേരളത്തെക്കുറിച്ച് നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് ലോകത്ത് പ്രചരിപ്പിക്കുന്ന ഒരു വിശേഷണമുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളതാണ് ആ വിശേഷണം. വളരെ ശ്രദ്ധാപൂർവം നാം ആലോചിക്കുന്നതായാൽ ആ പറയുന്നതിൽ ചില ശരികളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ സവിശേഷമായ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഭൂപ്രദേശം. വളരെ മിതമായ ഒരു കാലാവസ്ഥ. ഏതോ ഒരു വിദ്വാൻ പറഞ്ഞതുപോലെ ഒരു തോർത്തുമുണ്ടെടുത്ത് വീശിയാൽ പോകാത്ത ചൂടോ ഒരു തോർത്തുമുണ്ട് കൊണ്ട് പുതച്ചാൽ മാറാത്ത തണുപ്പോ ഈ കേരളക്കരയിലില്ല. ഇതിന്റെ സുഖം നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോഴും അവരുടെ ജീവിക്കാൻ ഇടവരുമ്പോഴുമാണ്. നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ചിലപ്പോൾ 3 ഡിഗ്രിയും 4 ഡിഗ്രിയും വരെ ചൂട് കുറഞ്ഞു വരാറുണ്ട്. ചിലപ്പോൾ 49, 51 ഡിഗ്രി വരെ ചൂട് കൂടിയും വരാറുണ്ട്. ഈ 2 സന്ദർഭങ്ങളിലും അവിടെ ജീവിക്കുക എന്നത് വളരെ ദുസ്സഹമാണ്. എന്നാൽ നമ്മുടെ ചൂടാകട്ടെ വളരെ അപൂർവമായി മാത്രമേ 20 ഡിഗ്രിയിൽ താഴെയും 35 ഡിഗ്രിയിൽ മേലെയും പോകാറുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി കനിഞ്ഞരുളിയിട്ടുള്ള അനുഗ്രഹങ്ങളോടൊപ്പം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയിലും നമുക്ക് ചില സവിശേഷതകൾ കാണാൻ കഴിയുന്നതാണ്. ലോകത്തിലെ ഏതൊരു രാജ്യത്തോടുമൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്. ആരോഗ്യസ്ഥിതി അങ്ങനെ വളർന്നു വരുന്നതിനുള്ള കാരണമാകട്ടെ നമ്മുടെ
ഉയർന്ന വൃത്തിബോധം അല്ലെങ്കിൽ ശൗച്യബോധമാണ്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളിലെ മനുഷ്യരെയും കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയും താരതമ്യം ചെയ്താൽ ഈ വൃത്തിബോധവും ഈ ശൗച്യബോധവും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയിലുമുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. പട്ടണങ്ങളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും പുഴുക്കളെപ്പോലെ തിങ്ങിക്കൂടി ജീവിക്കുകയാണ് കേരളത്തിന് പുറത്തുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള പട്ടണങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ഗ്രാമങ്ങൾ ഇല്ലെന്നു തന്നെ പറയാം. കുറച്ച് സ്ഥലം, ആ സ്ഥലത്തിന് നടുവിലൊരു വീട് എന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ, അത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മറ്റു സ്ഥലങ്ങൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശൗച്യബോധം നമുക്കുണ്ടായത്? എന്തുകൊണ്ടാണ് സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ടായത് എന്ന് നാം ആലോചിക്കണം. അതാലോചിക്കുന്നതിന് മുമ്പായി നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാൻ കഴിയണം. ഈ ആവാസ വ്യവസ്ഥയും ഈ ശൗച്യബോധവും കേരളീയനെ നിർമ്മിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ, വർഗീയ സംഘർഷങ്ങളെ, സാമുദായികമായിട്ടുള്ള ധ്രുവീകരണത്തെ എല്ലാം നിർണയിക്കുന്നതിൽ ഈ ഒരു ആവാസ വ്യവസ്ഥ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതിന് കാരണമായിട്ടുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ നാട്ടിലുള്ള വെള്ളത്തിൻ്റെ ലഭ്യതയാണ്. എവിടെ കുഴിച്ചാലും, ഒരു 8-10 മീറ്റർ കുഴിച്ചു ചെന്നാൽ എവിടെ കുഴിച്ചാലും നമുക്ക് വെള്ളം കിട്ടും. ആ വെള്ളമാകട്ടെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായ വെള്ളവുമാണ്. വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് ശുദ്ധമായ വെള്ളം കിട്ടാത്ത ഒരവസ്ഥയുള്ളത്. അതുകൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ നദികൾക്ക് തീരത്ത് മാത്രമാണ് നാഗരികതകൾ വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ നാട്ടിൽ മലമ്പ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലും തീരദേശങ്ങളിലുമൊക്കെ ഒരുപോലെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഈ ലെവലിൽ വെള്ളമുണ്ടാകാൻ കാരണം എന്താണ്? ഇങ്ങനെ വെള്ളമുണ്ടാകാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വ അൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ. ആകാശത്തു നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു. മഴ വർഷിപ്പിച്ചു എന്ന് മാത്രമല്ല പറയുന്നത്, മറിച്ച് ബിഖദരിൻ, ഒരു കണക്ക് അനുസരിച്ചാണ് വർഷിച്ചിട്ടുള്ളത്. ഫഅസ്കന്നാഹു ഫിൽ അർള്. ആ വർഷിപ്പിച്ചിട്ടുള്ള മഴയുണ്ടല്ലോ, അല്ലാഹു വർഷിച്ചിട്ടുള്ള മഴ, ഈ മഴ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതായ ഒരവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഈ അനുഗ്രഹത്തിന്റെ ആനുകൂല്യം എല്ലാ പ്രദേശങ്ങളിലുമുണ്ട്. പക്ഷേ ആ ആനുകൂല്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. ഇത് നാം ശരിക്കും മനസ്സിലാക്കണം. ബിഖദരിൻ എന്നതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ട് വലിയ ആശയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കടലിൽ നിന്ന്, ഉപ്പുവെള്ളത്തിൽ നിന്നാണ് നീരാവിയായി വെള്ളം ആകാശത്തേക്ക് പോകുന്നത്. എന്നിട്ട് ആകാശത്ത് അത് ഒരുമിച്ച് കൂടുകയാണ്. ആ ഒരുമിച്ച് കൂടുന്നവയാണ് മേഘമായി മാറുന്നത്. ഭൂമിയിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലാണ് ആ മേഘം നിൽക്കുന്നത്. വിമാനത്തിൽ പോകുന്നവർക്കറിയാൻ കഴിയും, വിമാനം പറന്നുയർന്ന് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും മേഘത്തിന്റെ ആ നില നമ്മൾ മറികടന്നിട്ടുണ്ടാകും.
ഏറി വന്നാൽ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1200 മീറ്റർ ഒക്കെയാണ് ഇതിന്റെ ആ ദൂരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉയർന്നു പോകുന്ന വായു, നീരാവി അവിടെ തങ്ങി നിന്നില്ല എന്ന് നാം വിചാരിക്കുക. കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ പറ്റേ തണുത്തുറഞ്ഞു പോകുമായിരുന്നു ഈ മേഘം. മേഘം എന്ന അവസ്ഥയിൽ നിന്ന് അത് ഐസുകട്ടയായി തീരുമായിരുന്നു. ആ വലിയ ഐസിന്റെ പർവ്വതങ്ങളാണ് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നതെങ്കിൽ ജീവജാലങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാൻ സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഖദരിൻ, ഒരു കണക്കനുസരിച്ചാണ് ആ മേഘം കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് സഹിക്കാൻ കഴിയുന്ന, നമുക്ക് കുളിര് നൽകുന്ന ഒരു പ്രത്യേക ഊഷ്മാവിലാണ് മഴ വർഷിക്കുന്നത്. ഒരു 25 ഡിഗ്രി അല്ലെങ്കിൽ 26 ഡിഗ്രി ചൂടിൽ ആണ് ഇത് കീഴോട്ടിറങ്ങി വരുന്നത്. ഒരു അമിതമായ തണുപ്പില്ല, ചൂടുമില്ല. ഇങ്ങനെയുള്ള ഒരു ഖദറും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പെയ്യുന്ന മഴ തന്നെ ഒരുമിച്ചുകൂടി നിൽക്കുന്ന മേഘത്തിൽ നിന്നാണല്ലോ പെയ്യുന്നത്. പക്ഷേ ആ പെയ്യുന്ന മഴ തുള്ളി കണക്കാക്കിയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ഒരു ചെറിയ കൊട ചൂടി പോകുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ വരുന്ന ചെറിയ ചെറിയ തുള്ളികളായിട്ടാണ് ആ മഴ വർഷിക്കുന്നത്. അതിന് പെട്ടെന്ന് നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നു. ഏത് മരത്തിന്റെ മുകളിലും ഇത് വീണാൽ ഇലക്ക് ഒരനക്കം സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ അത് കാരണം ഒരു ഇലയും ഉതിർന്നു വീഴുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ വള്ളിച്ചെടികൾക്ക് പോലും പോറലേൽക്കാത്ത വിധം, ചെറിയ ചെറിയ ജന്തുക്കൾക്ക് പോലും പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത വിധം വളരെ ചെറിയ തുള്ളികളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ വർഷിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് ധാരാളമായി വർഷിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമാണ് വർഷിക്കുന്നത്. ചിലപ്പോൾ അത് അധികമായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലയോ മനുഷ്യ, നിനക്ക് ഞാൻ വളരെ കൃത്യമായും കണക്കാക്കിയുമായിട്ടാണ് മഴ വർഷിപ്പിച്ചു തരുന്നത്. നീ അത് മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഒരു ചെറിയ അയവ് വരുത്തിയാൽ നീ കെട്ടിപ്പടുത്തിട്ടുള്ള നഗരങ്ങളും നീ വളർത്തിയെടുത്തിട്ടുള്ള കൃഷിയിടങ്ങളും വ്യവസായശാലകളും എല്ലാം നിലംപരിശാകാൻ അത് മാത്രം മതി എന്ന് നീ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കാൻ അളവിൽ മാത്രമാണ് പരീക്ഷണങ്ങൾ എന്നുള്ള നിലക്കും ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ള നിലക്കും ചിലപ്പോൾ ശിക്ഷ എന്നുള്ള നിലക്കും മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കണക്ക് തെറ്റി അവതരിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം, വർഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ, ഒരു കൃത്യമായ അളവിൽ, ഒരു കൃത്യമായ സ്വഭാവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വർഷിപ്പിക്കുന്നത്. ഫഅസ്കന്നാഹു ഫിൽ അർള്, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിലനിൽക്കാൻ ഇടം നൽകുകയാണ്, അതിനെ വസിപ്പിക്കുകയാണ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. വലിയ വലിയ പർവ്വതങ്ങളിൽ മഴ പെയ്യുന്നു, പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലുമൊക്കെ മഴ പെയ്യുന്നു. ഈ പെയ്യുന്ന മഴ അങ്ങ് ചെറിയ ചെറിയ അരുവികളായി, തോടുകളായി, പുഴകളായി അങ്ങനെ ഒലിച്ചു വരുന്നു. ഈ ഒലിച്ചു വരുന്നതിൽ നിന്നാണ് നദികളുണ്ടാകുന്നത്, തടാകങ്ങളുണ്ടാകുന്നത്, ജലാശയങ്ങളുണ്ടാകുന്നത്. അവശേഷിക്കുന്നവ കടലിൽ പതിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ഒലിച്ചിറങ്ങിപ്പോകുന്ന വെള്ളമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മഴകളും താഴ്വാരങ്ങളും, ഈ മലകളും താഴ്വാരങ്ങളുമെല്ലാം തന്നെ വെള്ളത്തെ കുടിച്ചെടുക്കുന്നുണ്ട്. ഈ കുടിച്ചെടുക്കുന്ന ജലം വേനൽക്കാലങ്ങളിൽ അല്പാൽപമായി അരുവികളായും ഉറവകളായും ഒഴുകി സമതല പ്രദേശത്തെയും തീരപ്രദേശത്തെയും ധന്യമാക്കുകയാണ് ചെയ്യുന്നത്.
ഇത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷേ ഈ പ്രകൃതത്തിന് നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണമായി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നാം ശരിക്കും മനസ്സിലാക്കണം. എന്തൊക്കെ കാരണമായിട്ടാണ് ഇതിൽ മാറ്റം വരുന്നത്? ഒന്നാമതായി ഭൂമിയുടെ ഘടന തന്നെ നാം തെറ്റിക്കുന്നു എന്നുള്ളതാണ്. മലകൾ ധാരാളമായി ഇടിച്ച് നിരത്തി അതിന്റെ സാധ്യതകളെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നു. നമ്മുടെ പൂർവികരായ ആളുകൾ പറമ്പ് സംരക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. കൃഷിഭൂമിയാണെങ്കിൽ കുന്നും മലയും ആയി കിടക്കുന്ന ഭൂമി പോലും അവർ നിരപ്പാക്കി കണ്ടിയും വരമ്പുമിട്ട് സുരക്ഷിതമാക്കുമായിരുന്നു. തുലാം വർഷം പോകുന്ന പോക്കിൽ ഉണ്ടല്ലോ ഒരു കണ്ടിയും വരമ്പുമിടുക എന്ന് പറയുന്ന ഏർപ്പാട്, നിലം കൊത്തിക്കിളക്കുക എന്ന ഏർപ്പാട്. ഈ നിലം കൊത്തിക്കിളക്കുകയും കണ്ടിയും വരമ്പും ഇടുകയും ചെയ്യുക എന്നുള്ളത് ഭൂമിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടല്ല, മറിച്ച് അത് വെള്ളത്തെ സംഭരിച്ചു വെക്കാൻ കൂടിയുള്ള ഒരു ഏർപ്പാടായിരുന്നു എന്നുള്ളതാണ്. അവിടെ പെയ്യുന്ന മഴ അവിടെ തന്നെ താഴണം. അങ്ങനെ താഴുമ്പോഴാണ് ഭൂമിക്കത് കുടിച്ചെടുക്കാൻ കഴിയുക. അപ്പോഴാണ് അതിന് സമീപത്തുള്ള കിണറുകളിൽ ആവശ്യത്തിന് വെള്ളമുണ്ടാവുക. അപ്പോഴാണ് ആ ഭൂമി നനവുള്ളതും ഫലഭൂയിഷ്ഠമായി തീരുകയും നനവുള്ളതും ഫലഭൂയിഷ്ഠമായിട്ടുള്ളതുമായി തീരുക. പക്ഷെ ഇന്ന് നാം എന്തു ചെയ്യുന്നു? തേങ്ങയ്ക്ക് വില കുറഞ്ഞത് കാരണം, കാർഷിക വിളകൾക്ക് വേണ്ടത്ര വില കിട്ടാത്തത് കാരണം ഭൂമി എന്ന ഈ സാധനത്തെ നാം ശ്രദ്ധിക്കുന്നേയില്ല. ഇങ്ങനെ കണ്ടിയും വരമ്പുമിട്ട് വെക്കാനോ ഒന്ന് കൊളത്തിക്കിളച്ച് വെള്ളത്തിന് ഊർന്നിറങ്ങി താഴേക്ക് പോകാനോ ഉള്ള സൗകര്യം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ പല കിണറുകളും വറ്റി വരളുകയാണ് ചെയ്യുന്നത്. ഫഅസ്കന്നാഹു ഫിൽ അർള് എന്ന് പറയുന്ന ഈ സംഭവമുണ്ടല്ലോ, ആ സംഭവത്തിന്റെ സാധ്യതകൾ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ്. നമ്മുടെ വീടുകളിലും പറമ്പുകളിലും നമ്മൾ അലക്ഷ്യമായിട്ടാണ് അതിനെ ഇടുന്നത്. ചില പറമ്പുകളിലൊക്കെ ചെന്നു നോക്കിയാൽ നിറയെ പ്ലാസ്റ്റിക് കടലാസുകളായിരിക്കും. ഒരു പ്ലാസ്റ്റിക്കിൽ നിന്ന് മറ്റൊരു പ്ലാസ്റ്റിക്കിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി തോട്ടിലേക്കോ പുഴയിലേക്കോ നീങ്ങി അങ്ങ് കടലിൽ ചെന്ന് പതിക്കുകയല്ലാതെ ഭൂമിയോട് ചേരാൻ വെള്ളത്തിന് അവസരം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ പല പറമ്പുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതും ഈ ഒരു അവസ്ഥക്ക് പ്രതികൂലമായ ഒരു രീതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ധാരാളം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നവരാണ്. ഒരു പറമ്പിൽ ഒരു വീടുണ്ടാക്കിയാൽ പോരാ, നമുക്ക് അതിനടുത്ത് ഒരു കാർ ഷെഡ് ഉണ്ടാക്കണം. ആ കാർ ഷെഡിനപ്പുറത്ത് ഒരു വിറക് പുര ഉണ്ടാക്കണം. വീട്ടിനകത്ത് വിറക് ആവശ്യമുണ്ടോ, ഗ്യാസ് മാത്രമാണോ ഉള്ളത് എന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിറക് പുര നാം ഉണ്ടാക്കിയിരിക്കും. വെള്ളത്തോട് എന്തോ നമുക്ക് ഒരു അലർജി ഉള്ളതുപോലെ, വെള്ളത്തെ വീടിന്റെ നാലയലത്ത് നിർത്താൻ നമ്മൾ സമ്മതിക്കുകയില്ല എന്ന് തീരുമാനിച്ചതുപോലെ മുറ്റവും പറമ്പും എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള റൂഫ് കെട്ടി വെള്ളത്തെ വിദൂരതയിലേക്ക് വിടുകയാണ് നാം ചെയ്യുന്നത്. ഇനി റൂഫ് കെട്ടുന്നില്ലെങ്കിലും താഴെ സിമന്റ് ഇട്ട് വൃത്തിയാക്കി വെള്ളത്തെ പറമ്പിൽ നിന്ന് അടിച്ച് നാം ഓടിക്കുന്നു. ശരിക്ക് ഈ അവസ്ഥയിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നമുക്ക് എത്രയാണോ ജീവിക്കാൻ ഒരു മേൽക്കൂര ആവശ്യമുള്ളത്, ആ മേൽക്കൂര നമ്മൾ ഉണ്ടാക്കണം. ബാക്കിയുള്ള സ്ഥലത്തിൽ വെള്ളം വന്നു വീഴട്ടെ. ആ വന്നു വീഴുന്ന വെള്ളം സംഭരിക്കുവാനുള്ള കൃത്രിമമായ ഏർപ്പാടുകൾ നാം ചെയ്യാൻ കഴിയുന്നത്രയും ചെയ്യണം. അതിനപ്പുറത്ത് വളരെ പ്രകൃതിപരമായി ഭൂമിക്ക് കുടിച്ചെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകുകയും വേണം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അവസ്ഥ എക്കാലവും നിന്നുകൊള്ളണമെന്നില്ല. അല്ലാഹു തന്നെ ഈ ആയത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ഒരു കൃത്യമായി നിങ്ങൾക്കിപ്പോ മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെ ഒരു മഴ വേണ്ടെന്ന് വെക്കാനും അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ മഴവെള്ളം എന്ന് പറഞ്ഞാൽ അത് മറ്റു വെള്ളങ്ങളെ അപേക്ഷിച്ച് വളരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമാണ്. മഴവെള്ളത്തിന് മാത്രമാണ് അള്ളാഹു തഹൂർ എന്ന വിശേഷണം നൽകിയിട്ടുള്ളത്. മാഉം ഫുറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, മിൽഹൻ ഉജാജ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെള്ളത്തെക്കുറിച്ച്. പക്ഷേ അള്ളാഹു മഴവെള്ളത്തെക്കുറിച്ചാണ് മാഉൻ തഹൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. വഹുവല്ലദീ അർസല റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതിഹി. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുന്നിൽ സന്തോഷവാർത്തയെന്നോണം അള്ളാഹു കാറ്റും ആ കാറ്റിനോടൊപ്പം മേഘവും അയക്കുകയാണ് ചെയ്യുന്നത്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ. വളരെ ശുദ്ധമായ വെള്ളം അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കിത്തരുന്നു എന്ന് പറയുന്നു. കടലിൽ നിന്നും മറ്റു ജലാശയങ്ങളിൽ നിന്നും വെള്ളം നീരാവിയായി മേലോട്ട് പോകുമ്പോൾ സാധാരണഗതിയിൽ അതിൽ ഒരു കലർപ്പും വരുന്നില്ല. ആകാശത്ത് അത് മേഘമായി രൂപാന്തരപ്പെടുമ്പോൾ ഒരു കലർപ്പും സംഭവിക്കുന്നില്ല. ആകാശത്ത് നിന്ന് മഴയായി വർഷിക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് സാധാരണഗതിയിൽ വർഷിക്കുന്നത്. അപ്പൊ തഹൂർ എന്ന പ്രത്യേകത, തഹൂർ എന്ന് പറഞ്ഞാൽ ഒരു കലർപ്പുമില്ലാത്ത വെള്ളം എന്നാണ്. കലർപ്പുമില്ലാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് മറ്റുള്ളവയെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന വെള്ളം എന്നാണ്. മറ്റുള്ളവയെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന വെള്ളം. ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുന്നത്. പുഴയിലെ വെള്ളത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കടലിലെ വെള്ളത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊന്നും പ്രയോഗിക്കാത്ത ഒരു പ്രയോഗമാണ് തഹൂർ എന്ന പ്രയോഗം. കാരണം വെള്ളത്തിന്റെ ഒരു ചംക്രമണം, വെള്ളത്തിന്റെ ഒരു ചലനം, വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കാനുള്ള ഒരു ഏർപ്പാടായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ സൃഷ്ടിച്ച നാഗരികത ഈ തഹൂർ എന്ന അവസ്ഥക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിൽ നമ്മൾ വിക്ഷേപിക്കുന്ന വിവിധ തരത്തിലുള്ള ലവണങ്ങളും അതുപോലെ തന്നെ പുകയും പുകപടലങ്ങളും നീരാവിയാകുമ്പോൾ ആയി മേലോട്ട് പോകുമ്പോൾ തന്നെ അതിൽ മാലിന്യം കലർത്തുന്നുണ്ട്. മേഘത്തിൽ നിന്ന് മഴയായി വർഷിക്കുമ്പോഴോ അപ്പോഴും അതിൽ മാലിന്യം വരുന്നുണ്ട്. ചില ഫാക്ടറികൾക്ക് സമീപം പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇടവപ്പാതി ആരംഭിക്കുമ്പോൾ കറുത്ത മഴയാണ്. നിങ്ങൾ അതിന് ചുവട്ടിൽ വെളുത്ത കുപ്പായവുമായി നിന്നാൽ, മഴ കൊണ്ടാൽ നിങ്ങളുടെ ശരീരം ആകെ കറുത്തുപോകും. ചിലപ്പോൾ ചില പ്രദേശങ്ങളിൽ അമ്ലമഴയും പെയ്യുന്നുണ്ട്. അല്ലാഹു വിശുദ്ധമായ വെള്ളം, മറ്റുള്ളവയെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന വെള്ളം നിങ്ങൾക്ക് നൽകാൻ ഉണ്ടാക്കിയിട്ടുള്ള ഏർപ്പാടിലും മായം കലർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയും ആലോചിക്കുകയും നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും അല്പാൽപമായി ക്രമീകരിക്കുകയും ചെയ്യുകയല്ലാതെ നമുക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കണം എന്നർത്ഥം. അല്ലാഹു തഹൂറായ വെള്ളമാണ് ആകാശത്തു നിന്നിറക്കുന്നത്. ഈ ആകാശത്തു നിന്നിറക്കുന്ന ഈ വെള്ളം കൊണ്ട് എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് അല്ലാഹു വെള്ളം ഇറക്കിത്തരുന്നു. ലിയുതഹിറകും ബിഹി. ആ വെള്ളം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കാനാണത്. നിങ്ങൾക്ക് തഹാറത്ത് വേണം, ശുദ്ധി വേണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നത്. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ. പൈശാരികമായിട്ടുള്ള പല മാലിന്യങ്ങളും നിങ്ങളിൽ വന്നു ചേരും. നിങ്ങളുടെ ശരീരത്തിൽ ചിലപ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാകും,
ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പൈശാചികമായ ബാധകളുണ്ടാകും. അവയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്നതുമാണ് ഈ മഴ എന്ന് പറയുന്നത്. മനസ്സിനൊരു സമാധാനം നൽകുന്നത്, ഒരു ഉന്മേഷം നൽകുന്നത്, ആവേശം നൽകുന്നത്, അലസതയിൽ നിന്നും ഉന്മാദങ്ങളിൽ നിന്നും വിഷാദങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതായിരിക്കും യഥാർത്ഥത്തിൽ മഴ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വലിയർബിത അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ അത് സഹായകമായി തീരും. നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തെ സുദൃഢമാക്കുന്നതിന്, നിങ്ങളുടെ കുടുംബ ബന്ധത്തെ സുദൃഢമാക്കുന്നതിന്, നിങ്ങളുടെ ഗ്രാമങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കുന്നതിന് ഈ മഴ കാരണമായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, മാത്രമല്ല നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താനും ആകാശത്ത് നിന്ന് വരുന്ന മഴ സഹായകമായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്ത് ബദറിന്റെ സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്താണ്. ബദറിന്റെ ഘട്ടത്തിൽ അല്ലാഹുവിങ്കിൽ നിന്ന് പ്രത്യേകമായ അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള മഴ ഈ ദൗത്യം എല്ലാം നിർവഹിക്കുന്ന മഴയായിരുന്നു എന്നുള്ളതാണ്. ഇനിയും ചരിത്രത്തിൽ അനിവാര്യമുള്ള ഘട്ടങ്ങളിൽ ഈ എല്ലാ ഗുണവിശേഷങ്ങളും ഉൾക്കൊള്ളുന്ന മഴ ഇസ്ലാമിക സമൂഹത്തിന് അനുഗ്രഹമായി വർത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബഹറിലെ വെള്ളം, ആ ബഹറിലെ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. വമാ യസ്തവിൽ ബഹ്റാൻ, രണ്ട് ബഹറുകളും ഒരിക്കലും ശരിയാവുകയില്ല. ഹാദാ അദബുൻ ഫുറാത്തുൻ സായിഗുൻ ശറാബുഹു, ഈ വെള്ളം, ഒരു വെള്ളത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആ വെള്ളം രുചിയുള്ളതാണ്. മഴവെള്ളം അതിന് പ്രത്യേകമായ രുചിയില്ല. പക്ഷേ ചില ജലാശയങ്ങളിലെ വെള്ളത്തിന് രുചിയുണ്ട്. ഫുറാത്ത് അത് ശുദ്ധമാണ്. പക്ഷെ ഫുറാത്ത് എന്ന വാക്കിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മിനറൽസ് കൂടി ഉൾക്കൊള്ളുന്നതാണ്. ശുദ്ധമായിട്ടുള്ള രുചിയുള്ള ചേരുവകൾ ഉള്ളത് എന്നർത്ഥം. മനുഷ്യന് നാവിന് രുചി ലഭിക്കുന്നതും ശരീരത്തിന് ഗുണം ചെയ്യുന്നതുമായ ലവണങ്ങളോടുകൂടിയ വെള്ളമാണ് ഒരു ഭാഗത്ത്. ഒരു ശുദ്ധമായ അന്തരീക്ഷത്തിൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ ലവണങ്ങളില്ല, മിനറൽസ് ഇല്ല. എന്നാൽ പുഴയിലെ വെള്ളത്തിന്, ചിലപ്പോൾ തടാകങ്ങളിലെ വെള്ളങ്ങൾക്ക്, ശുദ്ധജല തടാകങ്ങളിലെ വെള്ളങ്ങൾക്ക് ഇങ്ങനെയുള്ള ലവണങ്ങളുടെ കൂട്ടുണ്ട്. മാത്രമല്ല അതിന് പ്രത്യേകമായ രുചിയുണ്ട്. സായിഉൻ ശറാബുഹു, കുടിക്കുക എന്നത് വളരെ മനോഹരമാണ്, വളരെ എളുപ്പമാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെയും കുടിക്കാൻ തോന്നിപ്പോകുന്ന വെള്ളം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. വഹാദാ മിൽഹുൻ ഉജാജ്, എന്നാൽ മറ്റു ചില ജലാശയങ്ങളിലെ വെള്ളമാകട്ടെ, അല്ലെങ്കിൽ കടലുകളിലെ വെള്ളമാകട്ടെ, അത് ചവർപ്പുണ്ടാക്കുന്ന ഒരുതരം ഉപ്പുള്ളതാണ്. ഇങ്ങനെ രണ്ടവസ്ഥകൾ വെള്ളത്തിനുണ്ടെങ്കിൽ, ജലാശയങ്ങളിലെ വെള്ളത്തിനുണ്ടെങ്കിൽ, ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ അത് തഹൂറായ വെള്ളം ആണ് എന്നുള്ളത്. ആ വെള്ളം തഹൂറാണ് എന്നുള്ള അവസ്ഥ നിലനിർത്തുവാനും വെള്ളം ഭൂമിയിൽ പിടിച്ചു നിർത്തുവാനും പുതിയ നാഗരികതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലക്ക്, വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനാവുന്നത് ചെയ്യണം എന്നാണ് ഈ ഖുതുബയിൽ എനിക്ക് ഉപദേശിക്കുവാനുള്ളത്. അന്തരീക്ഷത്തെ മലിനീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിവതും വിട്ടുനിൽക്കുക. പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതോടൊപ്പം നമ്മുടെ പറമ്പിനെ സംരക്ഷിക്കുക, നമ്മുടെ പുരയിടങ്ങളെ സംരക്ഷിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ അനുഗ്രഹത്തെ പിടിച്ചു നിർത്തുക. വെള്ളത്തെ നാം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഒരു വെള്ളം, നമ്മുടെ കയ്യിൽ കിട്ടുന്ന വെള്ളത്തിന്റെ ഒരു തുള്ളി എത്ര പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അത്രയും പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷമാണ് നാം പ്രകൃതിയിലേക്ക് തിരിച്ചയക്കേണ്ടത്. എത്ര പ്രാവശ്യം ഉപയോഗിക്കാൻ കഴിയുമോ അത്രയും പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ടാണ് തിരിച്ചയക്കേണ്ടത്. ഉളുവെടുക്കുന്ന വെള്ളം കൊണ്ട് ഏതെങ്കിലും സ്ഥലം കഴുകി നന്നാക്കാൻ കഴിയുമോ എങ്കിൽ അങ്ങനെ കഴുകി നന്നാക്കണം. കോലായും ഭാഗങ്ങളും കഴുകി നന്നാക്കുന്ന വെള്ളം ചെടി നനക്കാൻ കഴിയുമോ എങ്കിൽ ചെടി നനക്കണം. നമ്മൾ പുറമെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ട് ക്ലോസറ്റ് വൃത്തിയാക്കാൻ കഴിയുമോ എങ്കിൽ അത് ചെയ്യണം. അങ്ങനെ വെള്ളത്തെ ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് തിരിച്ചയക്കുകയും പ്രകൃതിയിൽ കഴിയുന്നത്ര അത് സംരക്ഷിക്കാൻ അവസരം സൃഷ്ടിക്കുകയും കഴിയുന്നത്ര അത് മലിനമാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെന്ന നിലക്ക് വ്യക്തികളായ നമ്മൾ, കുടുംബങ്ങളിൽ ജീവിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ആളുകൾ വന്നു പറഞ്ഞു, റസൂലേ, മഴ, ഞങ്ങൾക്ക് മഴ വേണം, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, മഴ പെയ്യണമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, പ്രത്യേകമായ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥന നടത്തിയപ്പോൾ മഴയങ്ങ് വർഷിക്കാൻ തുടങ്ങി. അപ്പോ ആളുകൾ വന്നു പറഞ്ഞു, റസൂലേ, ഈ മഴ കൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, നീ മഴ വർഷിപ്പിച്ചു തരണമേ. ഹവാലൈന ലാ അലൈന, ഹവാലൈന ലാ അലൈന, ഞങ്ങൾക്ക് ചുറ്റും മഴ വർഷിപ്പിക്കണം. ഞങ്ങളുടെ അടുത്തുള്ള മലമ്പ്രദേശങ്ങളിൽ, കുന്നുകളിൽ, താഴ്വാരങ്ങളിൽ, കൃഷിയിടങ്ങളിൽ അവിടെയൊക്കെ മഴ വർഷിപ്പിക്കണം. എന്നാൽ ഞങ്ങളുടെ ചെറിയ കുടിലുകളുടെ മുകളിലേക്കും ഞങ്ങളുടെ മുകളിലേക്കുമല്ല എന്ന് അല്ലാഹുവിനോട് പറയുകയുണ്ട്. അപ്പോ നമുക്കും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ളത്, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മഴ ധാരാളമായി വർഷിപ്പിക്കണം. ലാ അലൈന ഹവാലൈന, ഞങ്ങളുടെ മേലല്ല, ഞങ്ങൾക്ക് ചുറ്റും നീ മഴ വർഷിപ്പിക്കണം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മഴ തരണം. ഒരിക്കലും ശിക്ഷയുടെയും പരീക്ഷണത്തിന്റെയും മഴയല്ല, നിഅമത്തിന്റെയും ബർക്കത്തിന്റെയും മഴ. ശിക്ഷയ്ക്ക് വേണ്ടിയും പരീക്ഷണത്തിന് വേണ്ടിയും മഴയുണ്ടാകാറുണ്ട്. പടച്ചവനെ, ആ മഴ ഞങ്ങൾക്ക് നൽകരുത്, മറിച്ച് ഞങ്ങൾക്ക് ബർക്കത്തിന്റെയും നിഅമത്തിന്റെയും മഴ ഞങ്ങൾക്ക് നൽകണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ നമുക്കും അത് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് നിഅമത്തിന്റെയും ബർക്കത്തിന്റെയും മഴ നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ശിക്ഷയുടെയും പരീക്ഷണത്തിന്റെയും മഴ നൽകരുതേ പടച്ചവനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.